എന്താണ് നമ്മൾ ഫേസ് 2 എന്താണെന്നും അതോടൊപ്പം തന്നെ നമ്മൾ കോയിൻ ഹോൾഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും കൃത്യമായിട്ട് മജീദ് സാർ പറഞ്ഞു തന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിൻ എന്ന് പറയുന്ന സമയത്ത് അത് പല ആളുകളും, നമ്മൾ മാത്രമല്ല എക്സ്ചേഞ്ചിലുള്ള ആളുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും, ഇപ്പൊ നമുക്കറിയാം ബിറ്റ്മാർട്ട്, എൽ ബാങ്ക് ഒക്കെ ആണെങ്കിൽ വലിയ വലിയ എക്സ്ചേഞ്ചുകളാണ്. അതിലുള്ള പല ആളുകളും നമ്മളെ കോയിൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പ്രൈസ് ഒന്ന് ഹൈക്ക് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ പെർഫോമൻസ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ബയേഴ്സ് വരും. സാധാരണ രീതിയിൽ തന്നെ എക്സ്ചേഞ്ചുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കറൻസികൾ പുറത്തുള്ള ആളുകൾ അത് വാങ്ങി സൂക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ചെറിയ രൂപത്തിലൊക്കെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ രീതിയിൽ സെല്ലിംഗ് വന്ന സമയത്താണ് പ്രൈസിൽ കുറച്ചൊരു ഇതുണ്ടായിട്ടുള്ളത്. അപ്പൊ അത് നമ്മളെല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രൈസ് ഒരു ഹൈക്കിലേക്ക് എത്തിക്കാം. ഇനി നെക്സ്റ്റ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ സിഒ അബിദ് സാറ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ശക്തമായിട്ട് നമുക്കൊരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം, നെക്സ്റ്റ് നമ്മൾ വിഡ്രോവലുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മളൊരു 10% കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആവാത്ത ആളുകൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വിഡ്രോവലുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സിഇഒ ആയിട്ടുള്ള അബിദ് സാറെ ഹൃദയത്തിന്റെ ഭാഷയെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സർ. Thank you so much. Thank you so much for the invitation. അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും വളരെ നല്ലൊരു, എനിക്ക് തോന്നുന്നു ഫേസ് 2 കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് പൊതുവെ മീറ്റിങ്ങിന് മുന്നോടിയായിട്ടുള്ള ക്ലാസ്സുകൾ ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കാൻ സാധിക്കുന്നത്. വളരെ നല്ലൊരു രീതിയിൽ ഫേസ് 2-ലാണെങ്കിലും ക്രിപ്റ്റോയുടെ ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണെങ്കിലും നല്ലൊരു ക്ലാസ് നമുക്ക് കിട്ടി. കുഴപ്പമില്ല, ദാറ്റ്സ് ഗുഡ്. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ എല്ലാവർക്കും അതിന്റെ കൃത്യമായ ധാരണ ലഭിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 25 മാസത്തോളം ആയി അപ്പെക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ ടോക്കൺ അല്ലെങ്കിൽ അപ്പെക്സ് പ്രോജക്റ്റ് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മുന്നിലും വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ ഒരുപാട് പേര് ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഒരു ഇൻകം ഓപ്ഷൻ ആയിട്ട് നമ്മുടെ അപ്പെക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായി കൊണ്ടുവന്ന ഫേസ് 1 എന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മോട്ടീവ് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയുടെ ഒരു പ്ലാൻ പ്രകാരം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സഹായിച്ചിരുന്ന ഫേസ് 1 നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ, അതായത് 2024 സെപ്റ്റംബർ നവംബറിന്റെ ഇടയിൽ ഫേസ് 2 ലോഞ്ചായി. ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇതിനെ കുറിച്ച് കേട്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും സജീവമായിട്ട് ഫേസ് 2ലേക്ക് വന്നില്ല. അപ്പെക്സിന്റെ പ്രോജക്റ്റ്, അപ്പെക്സ് ടോക്കൺ ആണ് അപ്പെക്സിന്റെ പ്രോജക്റ്റ്, ഫേസ് 2 ആണ് അപ്പെക്സിന്റെ പ്രോജക്റ്റ്. എന്ത് തന്നെയാണെങ്കിലും ഫേസ് 2 ഡീസെൻട്രലൈസ് രീതി നമ്മുടെ എല്ലാവരും മുന്നിൽ ഓപ്പൺ ആയിരുന്നു. പിന്നീട് അതുപോലെ തന്നെ നമുക്ക് ഫേസ് 1 ഉണ്ടായിരുന്ന ഫെബ്രുവരി 6 തൊട്ട് ഫേസ് 1 വിഡ്രോവൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വിഡ്രോവലിന്റെ ആയിട്ട് ബന്ധപ്പെട്ട്, വിഡ്രോവൽ ആണെങ്കിലും സ്റ്റേക്കിംഗ് ആണെങ്കിലും എല്ലാം ഫേസ് 1 പോസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട, ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളാലാണ് പിന്നീട് നമ്മുടെ ഇതേ സ്റ്റേക്കിങ്ങോ അല്ലെങ്കിൽ അതേ വിഡ്രോവൽ തന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് സ്വാഭാവികമായിട്ടും വിഡ്രോവലുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുകളുണ്ടായി. അതോടൊപ്പം തന്നെ കമ്പനി ഓഫർ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു ഇത്ര ദിവസത്തെ പ്ലാൻ, ലൈക്ക് 365 ദിവസമായിരുന്നു ആദ്യം. പിന്നീട് പ്ലാനുകൾ നമ്മൾ ചേഞ്ച് ചെയ്ത് 225 ദിവസത്തിന്റെ പിന്നീട് പുതിയ പ്ലാനുകൾ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും അതിൽ തന്നെ അതിന്റെ ഭാഗമാവുകയും ചെയ്തു. പിന്നീട് നമുക്ക് എക്സ്ചേഞ്ചുകളുടെ ലോഞ്ചിങ് വീണ്ടും ഡിലേ ആവുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെയും ഗവൺമെന്റിൻ്റെതായ സ്ട്രിക്റ്റ് റൂൾസ്, റെഗുലേഷൻസ്, എല്ലാ കാര്യങ്ങളാലും നമ്മൾക്ക് നമ്മുടേതായ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യാൻ അതിൻ്റെതായ താമസങ്ങൾ വീണ്ടും സംഭവിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് 100% പോലും ക്യാപിറ്റൽ കിട്ടാത്തവർക്ക് ആഴ്ചയിൽ വീക്ക്ലി 10% വെച്ച് വിഡ്രോവൽ ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻ അപ്പെക്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ സാധിച്ചു. അതിന്റെ ഭാഗമായി എല്ലാവർക്കും തന്നെ
phase 2 എന്ന നമ്മുടെ പ്രൊജക്റ്റിലേക്ക് എല്ലാവർക്കും കൺവേർട്ട് ചെയ്യാനും അതിൽ നിന്ന് സ്റ്റേക്ക് ചെയ്ത് ഇതോടൊപ്പം തന്നെ അവിടെ നിന്ന് കൃത്യമായ ROI പിറ്റേ ദിവസം തൊട്ട് ലഭിക്കാനും അതുപോലെ വിഡ്രോവലിന്റെ പോസിബിലിറ്റീസും അവിടെ ഓപ്പൺ ആക്കുകയും ചെയ്തു. എക്സ്ചേഞ്ചുകൾ ഓപ്പൺ ചെയ്യാനുള്ള കാലതാമസങ്ങൾ ഇനിയും നീണ്ടു പോകുന്നതിനാൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൂടുതൽ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ സാധിക്കാത്തതിനാലും ഇതുവരെ ഉണ്ടായിരുന്നത് 100% പോലും ക്യാപിറ്റൽ കിട്ടാത്തവർക്ക് വിഡ്രോവൽ ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ആയിരുന്നു നമ്മൾ തുടങ്ങി വെച്ചിരുന്നത്, വീക്കിലി 10% വെച്ച്. ഇനി മുതൽ ആരൊക്കെ അപ്പെക്സിന്റെ phase 1 പ്ലാനുകൾ ചെയ്തിട്ടുണ്ടോ, ആരുടെയൊക്കെ ഫിനിഷ് ആയിട്ടില്ലയോ, അവർക്കെല്ലാം വിഡ്രോവലുകൾ വീക്കിലി 5% വെച്ച് phase 2 ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ phase 1 ഇനി മുതൽ നാളെ മുതൽ phase 1 പുതിയതായ ഐഡിയും സ്റ്റേക്കിങ്ങും ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഇന്റേണൽ വാലറ്റുകളിലുള്ള ട്രാൻസ്ഫറുകളും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി മുതൽ phase 2 കൺവേർഷനിലേക്കാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ phase 2 മാറ്റുന്നതിനൊപ്പം തന്നെ ഇനിയുള്ള അപ്പെക്സ് ടോക്കണുകളെ പുതിയതായിട്ട് INR രൂപത്തിൽ വിഡ്രോ ചെയ്യാൻ പാകത്തിൽ ഡെബിറ്റ് കാർഡുകൾ, അപ്പെക്സിന്റെ ഡെബിറ്റ് കാർഡുകൾ, ഉദാഹരണത്തിന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലത്തെ ഇ-കൊമേഴ്സ് സൈറ്റുകളായ ആമസോൺ പോലത്തെ സൈറ്റുകളിൽ നിന്ന് അപ്പെക്സിന്റെ കാർഡ്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് മുന്നോട്ട് വരുന്നതായിരിക്കും. അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഓരോ കാർഡുകൾക്കും, ഓരോ ഡെബിറ്റ് കാർഡുകൾക്കും ഇത്ര കാറ്റഗറികൾ ഉണ്ടാവും. ഓരോ പ്രയോറിറ്റി ബേസിലായിരിക്കും അത് ലഭിക്കുന്നത്. അത് കൃത്യമായി ഡെബിറ്റ് കാർഡുകൾ ഏത് പ്രയോറിറ്റി ബേസിൽ പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്കും ലീഡേഴ്സിലേക്കൊക്കെ എങ്ങനെ എത്തിക്കും എന്നുള്ളത് കൃത്യമായ രീതിയിലുള്ള ഇൻഫർമേഷൻസ് അടുത്ത സൂം മീറ്റിൽ കൃത്യമായി കൊടുക്കുന്നതായിരിക്കും. INR മാത്രമായിരിക്കില്ല, ഏത് രാജ്യത്തുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർക്ക് അവരുടെ ഫിയറ്റ് കറൻസിയിലുള്ള ഡെബിറ്റിംഗ് ഈ ഡെബിറ്റ് കാർഡ് ത്രൂ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതിനുള്ള ഓപ്ഷൻ നമ്മുടെ അപ്പെക്സിന്റെ ഡെബിറ്റ് കാർഡ് ത്രൂ തന്നെ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ കുറച്ച് ലീഡേഴ്സിലേക്കൊക്കെ തന്നെ ഓൾമോസ്റ്റ് വെർച്വൽ കാർഡുകൾ എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കൃത്യമായ രീതിയിൽ എങ്ങനെ ഈ കാർഡ് യൂസ് ചെയ്യാമെന്നും അവർക്കിത് ഫിസിക്കലി ഈ കാർഡ് എങ്ങനെ ലഭിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ഇതിലേക്ക് കൃത്യമായി എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലും നമ്മൾ ഇതുപോലത്തെ ഫിയറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത് കാരണം റഷ്യൻ കമ്മ്യൂണിറ്റി നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഓൾറെഡി ഇൻവോൾവ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ പുതിയ യൂട്ടിലിറ്റി പ്രൊജക്റ്റ്, പുതിയതായി വരാൻ പോകുന്ന യൂട്ടിലിറ്റി പ്രൊജക്റ്റ്, ഈ പറയുന്ന നമ്മുടെ ടോക്കണിന്റെ എല്ലാത്തിന്റെയും ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ ടോക്കണുകൾക്കുള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ് ഈ പറയുന്ന യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾ. അപ്പൊ അതേ യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾ, ആദ്യത്തെ യൂട്ടിലിറ്റി പ്രൊജക്റ്റ് ഈ മാസം മെയ് 25 ലൈവ് ആവുന്നതായിരിക്കും. അതിന്റെ പ്ലാറ്റ്ഫോം ബെറ്റിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ബന്ധപ്പെട്ട ഈ യൂട്ടിലിറ്റി പ്രൊജക്റ്റ് മെയ് 25 തൊട്ട് ലൈവ് ആവുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾ, പുതിയ യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾ മുമ്പ് മീറ്റിങ്ങുകളിൽ പറയപ്പെട്ടിരുന്ന അതേ യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾ ഇനിയും വരുന്നതായിരിക്കും. ആ യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഓപ്പൺ ആവുന്ന 25 തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും. പിന്നാലെ തന്നെ ഓരോ യൂട്ടിലിറ്റി പ്രൊജക്റ്റുകളും ഉണ്ടാവുന്നതായിരിക്കും. അടുത്ത ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ phase 1 നാളെ മുതൽ സ്റ്റേക്കിംഗ് ആണെങ്കിലും പുതിയ ID അടിക്കുന്നതാണെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. പൂർണ്ണമായും phase 2 നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ആണെങ്കിലും പുതിയ കമ്മ്യൂണിറ്റി ആണെങ്കിലും എല്ലാവരെയും phase 2 പ്രൊമോട്ട് ചെയ്യാനാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പെക്സിന്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് phase 2 ആണ്. നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും phase 2 വരണം. അതുപോലെ തന്നെ phase 1 നിലവിൽ ഇതുവരെ ആരുടെയൊക്കെ ക്യാപിറ്റലുകളോ മെയിൻ വാലറ്റിൽ ആരുടെയൊക്കെയാണോ കിടക്കുന്നത് ആ വാലറ്റിലുള്ള എല്ലാ ബാലൻസുകളും കൃത്യമായ വിഡ്രോവലുകളും മാറ്റി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസും phase 2 പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മെയിൻ വാലറ്റിൽ, അതായത് ഇന്റേണൽ വാലറ്റിലുള്ള ബാലൻസുകൾ അടക്കം മെയിൻ വാലറ്റിലേക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം എക്സ്ചേഞ്ചുകളിലുള്ള ബാലൻസും മെയിൻ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ള ഓപ്ഷൻസും ഓപ്പൺ ആവുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മെയിൽ ത്രൂ ആണെങ്കിലും കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമുകൾ ത്രൂ ആണെങ്കിലും എല്ലായിടത്തും ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
നമ്മുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിലേക്ക് ഇത് എത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെയും ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും, അതായത് ഫേസ് 2 നമ്മുടെ മുന്നോട്ട് വരുന്ന പുതിയ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും കൃത്യമായ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഫേസ് 2 വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിൽ ഓപ്പണാണ്. അടുത്ത 2 മാസത്തിനകം ഫേസ് 2 തന്നെ നമ്മൾ ടോക്കൺ 15 സെന്റിന് മുകളിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 6 മാസത്തിനകം ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇതുവരെയുള്ള ഹിസ്റ്ററി പ്രകാരം ടയർ 2 റേഞ്ചിലുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള പല എക്സ്ചേഞ്ചുകളും നമുക്ക് ലിസ്റ്റ് ചെയ്യാനുണ്ട്. അതിന് അതിൻ്റെതായ ചെറിയ കാലതാമസങ്ങൾ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ എല്ലാ അപ്ഡേറ്റുകളും ബാക്ക് ടു ബാക്ക് എല്ലാ രീതികളിലും നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമുകളിൽ ത്രൂ ആണെങ്കിൽ നമ്മൾ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും. ഫിനാൻസിൽ എത്രയും പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്റ്റിൽ ഓൺ പ്രോസസ്. ഇനിയുള്ള വരാൻ പോകുന്ന എല്ലാ യൂട്ടിലിറ്റി പ്രോജക്റ്റുകളാണെങ്കിലും ബാക്ക് ടു ബാക്ക് ആയിട്ട് കൃത്യമായ ഇൻഫർമേഷൻസ് എല്ലാ ലീഡേഴ്സിനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്കും ഓരോ രീതിയിലും നമ്മുടെ സൈറ്റുകളും ത്രൂ ആണെങ്കിലും അറിയിക്കുന്നതായിരിക്കും. ഈ 2025 കഴിയുമ്പോഴേക്കും ഒരു $5 ഇതെല്ലാം നമ്മുടെ പഴയ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള എൻ്റെ എല്ലാ സൂം മീറ്റുകളിലും സാഹചര്യങ്ങളിൽ ഞാൻ പറയപ്പെട്ടിരുന്ന ഓരോ റേറ്റുകളിലേക്കും പിന്നീട് എത്തിയ ചരിത്രമുണ്ട്. ഇനി ഇതും ഇപ്പോഴും പറയുന്നു, അടുത്ത ഈ 2025 ഫിനിഷ് ആകുമ്പോഴേക്കും $5 നമ്മുടെ ടോക്കണിന്റെ പ്രൈസ് എത്താൻ സാധിക്കട്ടെ. സാധിക്കുന്നവർ ഹോൾഡ് ചെയ്ത് വെക്കുക. അത്യാവശ്യമുള്ളവർക്ക് വിഡ്രോവൽ ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ചുകളിൽ ഇന്ന് ലൈവ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ സെല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വിഡ്രോ ചെയ്യാതെ ഇരിക്കുന്നവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകൾ പിന്നീട് ഉണ്ടാവും. ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും ഉണ്ടാവുന്ന ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോയുടെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് സംഭവിക്കേണ്ടതാണ്. സെല്ലിംഗ് നടന്നാലും ബൈയിങ് നടന്നാലും ടോക്കണിന്റെ പ്രൈസിന് ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് എല്ലാവരും വിചാരിക്കുന്ന പോലെ വലിയ രീതിയിലുള്ള ഡംപിംഗ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ടോക്കണിന്റെ പ്രൈസിന് തീർച്ചയായിട്ടും ചേഞ്ചസ് ഉണ്ടാകും. അതാത് യൂട്ടിലിറ്റി പ്രോജക്റ്റുകളും പുതിയ പ്രോജക്റ്റുകളും വരുന്നതിനനുസരിച്ച് പ്രൈസിനുള്ള ചേഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഐ ആം വൈൻഡിങ് അപ്പ്. താങ്ക് യു അബി സർ. അപ്പൊ എനിവേ നമ്മള് കമ്പനി ആയിട്ടുള്ള പുതിയ അപ്ഡേഷൻസും അതോടൊപ്പം തന്നെ നമ്മള് വിഡ്രോവലിന്റെ കാര്യങ്ങളൊക്കെ സാറിനോട് സംസാരിച്ചു. ഇതുവരെ നമുക്കറിയാം ഫേസ് 1 നിന്നുള്ള നമ്മളെ വിഡ്രോവല് ക്യാപിറ്റൽ ഫുള്ളി കിട്ടാത്ത ആളുകൾക്കായിരുന്നെങ്കിൽ ഇനി എല്ലാവർക്കും അത് കോമൺ ആയിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു 5% നമുക്ക് നമ്മളെ ടോക്കണായി മാറ്റാനും അതോടൊപ്പം തന്നെ ടോക്കൺ ഡയറക്റ്റ് നമുക്ക് INR ആയിട്ട് ഇപ്പൊ പലപ്പോഴും ടോക്കൺ കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് അത് സെല് ചെയ്യണം, അത് USDT ആക്കി മാറ്റണം, അത് പിന്നീട് നമ്മൾ INR ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ടോക്കണിൽ നിന്ന് INR മാറ്റാനുള്ള ഒരു ഫെസിലിറ്റി കൂടി കമ്പനി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ഡെബിറ്റ് കാർഡ് അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ലീഡേഴ്സിലേക്ക് പതിയെ എല്ലാവരിലേക്ക് എത്തുന്ന രീതിയിൽ കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഡ്രോവലിന്റെ കാര്യങ്ങളുമായിട്ടുള്ള അപ്ഡേഷൻ അതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ ലൈവ് ആകുമ്പോൾ അതിന്റെ ഫസ്റ്റ് യൂട്ടിലിറ്റി 25-ാം തീയതി ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അപ്പൊ നമുക്ക് നിലവിൽ അറിയുന്ന പോലെ തന്നെ നിലവിൽ ഫേസ് 1 ബന്ധപ്പെട്ട് ചില ലീഗൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വെബ്സൈറ്റ് ത്രൂ അതിന്റെ വിഡ്രോവല് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അത് ഡയറക്റ്റ് നമുക്ക് അവിടെ ഫേസ് 1 ചെയ്ത ഒരാൾക്കും അതിൽ യാതൊരുവിധ പ്രയാസവും ഇല്ലാത്ത രീതിയിൽ അവരുടെ എമൗണ്ട് ഫേസ് 2 കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കമ്പനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്ത് ഫേസ് 1 എന്താണോ അത് ഫേസ് 2 അത് നമുക്ക് അതേപോലെ കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കറിയാം ഇപ്പോ നമ്മളെ സംബന്ധിച്ച് USDT നമ്മൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് അപെക്സ് ടോക്കൺ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് USDT ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക കമ്പനി ഓൾറെഡി അവിടെ കമ്പനി അതിന്റെ ലിക്വിഡിറ്റി ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രത്തോളം പല സമയത്തും എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് നമുക്ക് പല ക്രിപ്റ്റോ കറൻസികൾ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ സെല് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സെൽ ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കിട്ടില്ല, അല്ലെങ്കിൽ വിൽക്കാനാണ്. പക്ഷെ ഇവിടെ ഓൾറെഡി കമ്പനി അതിനുള്ള ലിക്വിഡിറ്റി എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര അപെക്സ് ടോക്കൺ അവിടെ സെല് ചെയ്താലും അതിന് ഈക്വലന്റ് ആയിട്ടുള്ള USDT കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെ നമ്മളെല്ലാവരും ഒന്ന് ഒത്തുചേർന്ന് ഈ ഒരു ടോക്കൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രൈസിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരും. ബൈയിങ് മാത്രം നടക്കുന്ന സമയത്ത് വലിയ മാറ്റം വരും. ഇത് ഒരുപാട് ട്രേഡേഴ്സിനെ ഈ ഒരു കറൻസിയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനും
അത് മുഖേന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കറൻസി, ഒരു ടോക്കണിലേക്ക് ഇത് മാറാനും അതിന്റെ ബെനിഫിറ്റ്സ് നമുക്കും കിട്ടാൻ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഈ ഒരു മീറ്റിംഗ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിവേ, ഇന്നത്തെ മീറ്റിംഗ് പങ്കെടുത്ത മജീദ് സാറിനും അതോടൊപ്പം തന്നെ നമ്മുടെ CEO അബിദ് സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു. താങ്ക് യു ആൾ.